ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരനാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ കുറച്ച് കട്ടിയുള്ള ഇതളുകൾ നമുക്ക് ഒന്ന് അടർത്തി കളയാം. ഇതുപോലെ കുറച്ച് വെള്ളം കാണുന്ന ഭാഗം വരെ നമുക്ക് അടർത്തി കളഞ്ഞാൽ മതി. ഞാൻ മോരും വെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് തൈര് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വാഴക്കൂമ്പ് കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിലൊക്കെ കറയൊക്കെ പറ്റും. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവുകയാണ്. ഇനി ഇത് നമുക്ക് കൊത്തി ഈ മോരും വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിലെ കറയും നാരയും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഭാഗം വരുമ്പോഴത്തേക്കും നടുക്കത്തെ ആ തണ്ട് ഒഴിവാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. തണ്ടോട് ചേർന്നിരിക്കുന്ന ഭാഗം ആയതുകൊണ്ട് കുറച്ച് കട്ടി കാണും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. ഇതുപോലെ കിട്ടുന്ന തണ്ട് നമുക്ക് കളയാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ വാരിയിട്ട് നമുക്ക് വെള്ളം തോർത്തിയെടുക്കാം. നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം. പാനിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നടുഭാഗത്ത് ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി പൊത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പരിപ്പിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കിന് നമ്മുടെ വാഴക്കൂമ്പും നല്ല പാകത്തിന് വെന്ത് കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ചേർത്താൽ പരിപ്പ് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ വെന്ത് കിട്ടത്തില്ല. നമ്മുടെ ഇപ്പോൾ വാഴക്കൂമ്പാണെങ്കിലും പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. ഇനി ഇതുപോലെ നിരത്തിയിട്ട് വെള്ളമൊക്കെ ചിക്കി തോർത്തിയെടുക്കാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ല. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.